പൂജാമുറിയുടെ ഈ ക്രമീകരണം നല്ലതാണ്. ഈ അലമാര വീട്ടിനുള്ളിലെ ഏത് മുറിയിലായിരുന്നാലും കുബേരദിക്ക്, അതായത് വടക്കോട്ട് നോക്കി ഇരിക്കത്തക്ക രീതിയിൽ പണിയുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ബെഡ്റൂമായ കന്നിമൂല ബെഡ്റൂമിൽ ആ കന്നിമൂല ഭാഗത്ത് തന്നെ ഒരു അലമാര വീട് പണിയുമ്പോൾ ചെയ്യുകയോ അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുകയോ ചെയ്യണം. ആ അലമാരയിൽ നമ്മുടെ വസ്തു സംബന്ധമായ പ്രമാണങ്ങൾ, നമ്മുടെ പണം സൂക്ഷിക്കുന്നത്, ഇങ്ങനെ വിലപ്പെട്ട എന്ത് സാധനങ്ങളും അങ്ങനെ ആ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചാൽ അതിന് വളർച്ച ഉണ്ടാവും, തളർച്ച ഉണ്ടാകില്ല എന്ന് പ്രാക്ടിക്കലായിട്ട് തെളിയിച്ചിട്ടുണ്ട്. പ്ലാൻ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഒരു കാരണവശാലും വീടിൻ്റെ 4 കോണുകൾ കട്ട് ചെയ്ത് ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ഈശാന്യ കോണ്, അതായത് വടക്ക് കിഴക്കേ മൂലഭാഗം കോൺ കട്ട് ചെയ്ത് വന്നിരുന്നാൽ ഗ്രഹനാഥനെ കാര്യമായി ബാധിക്കും. അതായത് വാസ്തുദേവൻ്റെ തല വരുന്ന ഭാഗം, ശരിക്കും പറഞ്ഞാൽ തല നേരെ വയ്ക്കാമെന്ന് നമുക്ക് ബാക്കിലേക്ക് ഒടിഞ്ഞിടന്ന് എത്ര നേരം കിടക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര നേരം ഇരിക്കാൻ പറ്റും, ആ കണക്കിൽ കണക്കെടുത്താൽ മതി. അതുപോലെ തെക്ക് കിഴക്കേ ഭാഗത്ത് കോൺ കട്ട് ചെയ്ത് ഉള്ള വീടുകൾക്ക് വളരെയധികം ദോഷങ്ങൾ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് തസ്കര ശല്യം ഉണ്ടാവും ആ വീട്ടിൽ. അവിടെ സംഭവിക്കുന്നത് വീട്ടിലെ ഗ്രഹനായികയാണ്. ഗ്രഹനായിയുടെ ആരോഗ്യത്തെയാണ് അത് സാരമായി ബാധിക്കുന്നത്. കൂടാതെ ഈ 4 കോണിലും തന്നെ ബാത്റൂം നമ്മൾ കെട്ടാൻ പാടില്ല. ബാത്റൂമൊക്കെ നമുക്ക് കോണല്ലാതെ തന്നെ മാറ്റി ഓടിക്കുക. കൂടാതെ സെപ്റ്റിക് ടാങ്കുകൾ പണിയുമ്പോൾ ഈ മൂലകളിൽ കുഴിയെടുത്ത് ചെയ്യരുത്. അതും സെൻറ്റർ പോർഷൻ കണക്കാക്കി ചെയ്യുക. ADS Builders presents Moonlight, 2 and 3 bedroom apartments at Srikaryam, Trivandrum. The perfect place to let your dreams bloom. Located away from the crowded city life, but within the corporation limit, we offer Rs 2,000 per square feet, including all charges. Giving common amenities like internet facility, fitness center with modern equipments, children's play area, terrace party area and multi-purpose hall, centralized LPG piping system, intercom facility for safety and security, generator backup for elevators, common lighting and water pumps and sewage treatment plant. Our upcoming project, Independent Villas at Vattiyurkavu, Trivandrum. For more details, contact 92494 53333, 92494 12222, 0471 244 7637. ADS Builders Private Limited. We value your dreams. കിഴക്ക് ഭാഗത്താണ്, അതായത് ഫ്രണ്ട് വീടിൻ്റെ എലിവേഷനും കാര്യങ്ങളെല്ലാം കിഴക്ക് ഭാഗത്താണ് റോഡുള്ളത്. അപ്പോൾ കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ പൂമുഖവാതിൽ കൊടുക്കണം എന്നുള്ളൊരു വരെയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന കുടുംബിനിയുടെ അല്ലെങ്കിൽ ഗ്രഹനായികയുടെ ജന്മനക്ഷത്രം എന്താണെന്ന് നോക്കണം. ആ ജന്മനക്ഷത്രത്തിൽ ഓരോ 27 നക്ഷത്രത്തിലും ഭാഗ്യദിക്കുകളുണ്ട്. അപ്പോൾ ഭാഗ്യദിക്ക് ഏതാണ് അത് കണക്കാക്കി വേണം നമ്മൾ പൂമുഖവാതിൽ കൊടുക്കേണ്ടത്. അശ്വതി നക്ഷത്രത്തിന് ഭാഗ്യദിക്ക് കിഴക്കും വടക്കുമാണ്. ഭരണിക്ക് തെക്ക് മാത്രമാണ്. കാർത്തിക അതിനും തെക്ക് മാത്രമാണ്. രോഹിണിക്ക് തെക്കും പടിഞ്ഞാറും വരും.
മകയിരത്തിന് തെക്കും പടിഞ്ഞാറും വരും. തിരുവാതിര നക്ഷത്രത്തിന് വടക്ക് പടിഞ്ഞാറ് തെക്ക്. പുണർദത്തിന് കിഴക്ക് വടക്ക് പടിഞ്ഞാറ്. പൂയത്തിന് കിഴക്ക് വടക്ക്. ആയില്യത്തിന് കിഴക്ക് മാത്രമാണ്. മകം നക്ഷത്രത്തിന് തെക്ക് വടക്ക് കിഴക്ക്. പൂരത്തിന് തെക്ക് വടക്ക്. ഉത്ര നക്ഷത്രത്തിന് തെക്ക് വടക്ക് പടിഞ്ഞാറ്. അത്തത്തിന് തെക്ക് പടിഞ്ഞാറ്. ചിത്തിര വടക്ക് പടിഞ്ഞാറ് തെക്ക്. ചോതി പടിഞ്ഞാറ് വടക്ക്. വിശാഖം കിഴക്ക് വടക്ക് പടിഞ്ഞാറ്. അനിഴം കിഴക്ക് മാത്രമാണ്. തൃക്കേട്ട തെക്ക് കിഴക്ക്. മൂലം തെക്ക് കിഴക്ക് വടക്ക്. പൂരാടം തെക്ക് പടിഞ്ഞാറ് വടക്ക്. ഉത്രാടം പടിഞ്ഞാറ് വടക്ക് തെക്ക്. തിരുവോണം വടക്ക് തെക്ക് പടിഞ്ഞാറ്. അവിട്ടത്തിന് വടക്ക് പടിഞ്ഞാറ് തെക്ക്. ചതയം കിഴക്ക് വടക്ക് പടിഞ്ഞാറ്. പൂരുട്ടാതി കിഴക്ക് പടിഞ്ഞാറ്. ഉത്രട്ടാതി തെക്ക് കിഴക്ക്. രേവതി കിഴക്ക് തെക്ക്. ഇങ്ങനെയാണ് 27 നക്ഷത്രത്തിൻ്റെ ഭാഗ്യദിക്ക്. കിഴക്ക് ഭാഗം കിഴക്കോട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ കിഴക്ക് ദർശനം വരുന്നൊരു വീടാണ്. അപ്പോൾ ഒരു വീട്ടിൽ നമുക്ക് തെക്ക് ഭാഗത്തേക്കാണ് ഭാഗ്യദിക്ക് വരണമെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗം, ആ ഭാഗത്തിന് ഡ്രായിങ് ഹാളിൽ നിന്ന് തെക്കോട്ട് നോക്കി ഇറങ്ങത്തക്കൊരു വാതിൽ വയ്ക്കുകയാണെങ്കിൽ ആ പൂമവാതിലിൻ്റെ കണക്ക് കറക്റ്റായിരിക്കും. എന്നിട്ട് തെക്ക് ഭാഗത്തോട്ട് ഇറങ്ങി സിറ്റ് ഔട്ടിൽ വന്ന് വീണ്ടും കിഴക്കോട്ട് ഇറങ്ങി പോകുന്നതിന് തെറ്റില്ല. അതിനെന്തെങ്കിലും കാര്യം നടക്കാത്ത വല്ലതും വരികയാണെങ്കിൽ
ഒരു വീടിന് അനുയോജ്യമല്ല. തെക്ക് ദർശനമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. ഉണ്ടായിട്ടുള്ളതാണ്. കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിൻ്റെ മധ്യഭാഗം കണക്കെടുത്ത് മധ്യഭാഗത്തു നിന്ന് വടക്കോട്ട് മാറി ഗേറ്റ് കൊടുക്കണം. എന്നാൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകളിൽ തുളസിത്തറ സ്ഥാപിക്കണമെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് അല്പം മാറ്റി സ്ഥാപിക്കുക. നേരെ വാതിൽ തുറന്നാൽ നേരെ വന്ന് തുളസിത്തറ കാണാതെ അല്പം മാറ്റി സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, എങ്കിലും ഇതായിരിക്കും ഏറ്റവും ഉത്തമം. സാധാരണ ലാഭം. മഴ സമയത്ത് മഴവെള്ളം ഒഴുക്കി വിടുന്നത് ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വട
ശതമാനമോ വാസ്തുസംബന്ധമായിട്ട് കണക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒരു പുതിയ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വാസ്തുവിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വീട് വയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് ഒടുവിൽ മുരളി സാറിൻ്റെ അടുത്തെത്തുകയും മുരളി സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വീട് വെച്ചത്. അതിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ അവസാനം വരെ ഓരോ സ്റ്റേജിലും മുരളി സാറുമായിട്ടുള്ള അഭിപ്രായം ആരാഞ്ഞാണ് ചെയ്തത്. പക്ഷേ ഇവിടെ താമസിച്ച ശേഷം ഭയങ്കര വ്യത്യാസങ്ങളും മിക്കവാറും നമ്മുടെ കരിയറിൽ ഭയങ്കര ചേഞ്ച് വരികയും നമ്മുടെ കുട്ടികളുടെയും ഭാര്യ അവരുടെ എല്ലാവരുടെയും ആരോഗ്യപരമായുള്ള കാര്യങ്ങളെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ലൈഫ് ഇവിടെ വന്ന ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീടിന് ഏറ്റവും കൂടുതൽ സ്ഥലം വിടേണ്ട ഭാഗങ്ങൾ കിഴക്കും നമ്മുടെ വീടിനുള്ള ഐശ്വര്യം കുറേയല്ലാതെ കൂടുകയില്ല. വീടിൻ്റെ നിരപ്പ് നമ്മൾ സിറ്റ് ഔട്ട് ചെന്ന് കയറിയ നമ്മൾ വീടിൻ്റെ അവസാനം വരെ ഒരേ നിരപ്പിൽ തന്നെ ആയിരിക്കണം കൊണ്ട്. മറ്റുള്ള മൃഗങ്ങളെല്ലാം തന്നെ അതിനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെയുള്ള സ്ഥാനം. പക്ഷിക്കൂടും ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം തന്നെയാണ്. നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ ഫിഷ് ടാങ്ക് നമ്മുടെ ഡ്രോയിങ് ഹാളിലോ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ഏക മുറിയിലോ ഏതായിരുന്നാലും അത് വടക്ക് ഭാഗത്താക്കി മാറ്റുക. ഫിഷ് ടാങ്ക് ആ മുറിയുടെ വടക്ക് ഭാഗത്താക്കി ക്രമീകരിക്കുക. അതുപോലെ ഈ ഫൗണ്ടൈൻ എല്ലാം തന്നെ അതും വടക്ക് ഭാഗത്താക്കി ക്രമീകരിക്കുന്നതായിരിക്കും ഉത്തമം. ഡൈനിങ് ടേബിൾ നമ്മൾ ഇടുന്നതിനെ പറ്റി തെക്കോട്ട് നോക്കിയിരുന്ന് ആഹാരം കഴിക്കരുത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു സ്വിമ്മിംഗ് പൂൾ നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ അത് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതാണ് ഏറ്റവും ഉത്തമം. പല വീടുകളിലും ചെറുതായിട്ടൊക്കെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. ആധികാരികമായിട്ട് ചോദിച്ചിരുന്നാൽ പടിഞ്ഞാറ് ഭാഗമാണ് ഏറ്റവും ഉത്തമം. പല വീടുകളിലും പൂമുഖവാതിൽ ഓപ്പൺ ചെയ്ത് അകത്ത് കയറിയ നേരെ കാണുന്നത് മരണപ്പെട്ടവരുടെ ചിത്രങ്ങളാണ്. അച്ഛൻ്റെയോ അമ്മയുടെയോ കാരണവരുടെയോ ഒക്കെ ചിത്രങ്ങളാണ് വലുതായിട്ട് ചില്ലിട്ട് വെച്ച്. ആധികാരികമായിട്ട് ഈ പടങ്ങൾക്ക് സ്ഥാനം എന്ന് പറയുന്നത് വടക്കേ ചുവരിൽ തൂക്കുമ്പോൾ തെക്കോട്ട് അവർ ഫേസ് ചെയ്തിരിക്കും. അതാണ് സ്ഥാനം.
നമ്മൾ ഈ ഭൂമി മട്ടപ്പെടുത്തുമ്പോൾ ആ ഭൂമിയിൽ വസിച്ചിരുന്ന ഉറുമ്പുകൾ മുതൽ പല പല ചെറിയ ചെറിയ ജീവികളുടെ ആവാസ കേന്ദ്രങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവരുടെ താമസ സ്ഥലം നമ്മൾ ഇല്ലാതാക്കുകയാണ്. കൂടാതെ അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ പാർത്തിരുന്ന പക്ഷികൾ, അവയുടെ കൂടുകളെല്ലാം ഇല്ലാതാവുകയാണ്, ആ മരം പോകുന്നതോടുകൂടി. ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ വാസ്തുബലി അല്ലെങ്കിൽ വാസ്തുപൂജ ചെയ്യുന്നത്. ഈ വാസ്തുബലിയും വാസ്തുപൂജയും ചെയ്യുന്നത് വേറെ ഒരു കാര്യം കൂടെ കണക്കെടുക്കാം. വാസ്തുപുരുഷനിൽ ഇരിക്കുന്ന 53 ദേവതകളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ വാസ്തുബലി അല്ലെങ്കിൽ വാസ്തുപൂജ ചെയ്യുന്നത്. അത് നമ്മൾ തറക്കല്ല് ഇടുന്നതിന് മുൻപായിട്ട് ഈ വാസ്തുബലി അല്ലെങ്കിൽ വാസ്തുപൂജ ചെയ്യണം. അടുത്തതായി നമ്മൾ ഒരു നല്ലൊരു ദിവസം നോക്കി ആ സെറ്റ് ഔട്ട് ചെയ്യുകയാണ്, അതായത് കുറ്റിയടിക്കുക എന്നുള്ളത്. അപ്പോൾ പല ആൾക്കാർക്കും സംശയമുള്ളത്, ഈ വീട് വയ്ക്കുന്ന കുറ്റിയടിക്കുന്നതാണോ ഗ്രഹത്തിൻ്റെ ആരംഭം, കല്ലിടുന്ന മുതൽ, അതായത് ശിലാസ്ഥാപനം മുതലാണോ എന്ന് സംശയമുണ്ട്. അത് കണക്കെടുക്കേണ്ടത് ശിലാസ്ഥാപനം ചെയ്യുന്ന അന്ന് മുതൽ മാത്രം കണക്കെടുത്താൽ മതി. ശിലാസ്ഥാപന ചടങ്ങ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ വീടിൻ്റെ പണി ആരംഭിക്കുക. ഈ ഫൗണ്ടേഷൻ വെട്ടി തുടങ്ങുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് വെട്ടി തുടങ്ങുക. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെ കറങ്ങി വെട്ടി വരുന്നത് എന്നാൽ ആ വീടിൻ്റെ പണി വളരെയധികം പെട്ടെന്ന് തീരും എന്നാണ് കണക്കെടുത്തിട്ടുള്ളത്. ഒരു വീട് പണി പൂർത്തിയാകുന്നതിന് മുൻപായിട്ട് പഞ്ചശിരസ് വയ്ക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് എങ്ങനെ വയ്ക്കുന്നെന്ന് നോക്കാം. അതായത് കിഴക്ക് ഇന്ദ്രപദം. അപ്പോൾ കിഴക്ക് ആനയുടെ തലയുടെ രൂപം ഉണ്ടാക്കി സ്വർണ്ണത്തകിടിലുണ്ടാക്കി അതൊരു ചന്ദനച്ചെപ്പിൽ അടച്ച് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കുക. തെക്ക് ഭാഗത്ത് ഇതേ ചന്ദനച്ചെപ്പിൽ തന്നെ പോത്തിൻ്റെ തല, അതായത് യമദിക്കെന്നുള്ളത് പോത്തിൻ്റെ തല സ്ഥാപിക്കുക. പടിഞ്ഞാറ് ഭരണദിക്ക് എന്ന രീതിയിൽ സിംഹത്തിൻ്റെ തല